പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. ഇന്ന് 1200 കർക്കിടകം 1 രാമായണ മാസത്തിന് സമാരംഭം. കർക്കിടകത്തെ രാമായണ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. കർക്കിടകത്തെ മുമ്പ് നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നു കള്ളക്കർക്കിടകം, പഞ്ഞക്കർക്കിടകം എന്നൊക്കെ. രാമായണ മാസം, രാമൻ്റെ അയനം, രാമായണം. രാമൻ രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. ആ രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണം. 7 കാണ്ഡങ്ങളിൽ 24,000 ശ്ലോകങ്ങളിൽ ആദികവി വാൽമീകി മഹർഷി രചിച്ച രാമായണത്തെ അധികരിച്ച് ലോകത്തിൽ 100 കണക്കിന് രാമായണ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആനന്ദരാമായണം, അത്ഭുത രാമായണം, തമിഴ്നാട്ടുകാർക്ക് കമ്പരാമായണം, ഞങ്ങൾ മലബാറുകാർക്കൊരു രാമായണമുണ്ട്, മാപ്പിള രാമായണം. എന്നാൽ മലയാളികളായ നമുക്ക് ആധ്യാത്മികതയുടെ, ദൈവികതയുടെ നിറകുടമായിട്ട് ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഈ മഹത്തായ രാമായണമാണ് കർക്കിടക മാസത്തിൽ നാം പാരായണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. രാമൻ്റെ ജീവിതത്തിലൂടെ കർക്കിടക മാസത്തിൽ യാത്ര ചെയ്യുക. അപ്പോൾ സാധാരണ ചോദിക്കും, ചിങ്ങത്തിലും കന്നിയിലൊന്നും ഇത് വായിക്കാൻ പാടില്ലേ എന്ന്. 365 ദിവസവും രാമായണം വായിക്കണം. എന്നാൽ ഹിന്ദുക്കൾ, നമ്മൾ വിശ്വാസികൾ രാമായണത്തിൽ നിന്നും പിറകിലേക്ക് പോയി. രാമായണം വായിക്കുന്നത്, പഠിക്കുന്നത്, ഭഗവത്ഗീത പഠിക്കുന്നതെല്ലാം അന്ധവിശ്വാസമാണ്. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, രാമായണം കെട്ടുകഥയാണ്, മഹാഭാരതം കെട്ടുകഥയാണ് എന്ന് പലരും നമ്മെ പഠിപ്പിച്ചു. എന്നാൽ രാമൻ്റെ അയനത്തിലൂടെ, ജീവിതത്തിലൂടെ യാത്ര ചെയ്യണമെന്ന് നമ്മുടെ ഋഷിവര്യന്മാർ, പി പരമേശ്വർജിയെ പോലെയുള്ള മുതിർന്ന സംഘകാര്യകർത്താക്കൾ എല്ലാം തീരുമാനിച്ചു. അങ്ങനെ 1982 എറണാകുളത്ത് വിശാല ഹിന്ദു സമ്മേളനം നടത്തി. അവിടെ ഒരു പ്രഖ്യാപനം നടത്തി, കർക്കിടകം രാമായണ മാസം. ആ രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് കർക്കിടകം രാമായണ മാസം. 365 ദിവസവും നമുക്ക് രാമായണം വായിക്കാം. എല്ലാ ദിവസവും രാമായണം വായിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് വായിക്കാതെ മടിച്ചു നിന്ന ഹൈന്ദവ സമൂഹം കർക്കിടകത്തിലെങ്കിലും ഇതൊന്ന് വായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിച്ചത്. നമ്മൾ വിശ്വാസികളുമാണ്, അതിനൊപ്പം അന്ധവിശ്വാസികളുമാണ്. കർക്കിടകത്തെ രാമായണ മാസമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലരും പറഞ്ഞു, കേരളത്തെ ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു, എന്തിനാണ് രാമായണം വായിക്കുന്നത്, പഠിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഹിന്ദുക്കൾ ഇത് മൈൻഡ് ചെയ്തില്ല. പതുക്കെ നമ്മളിത് ഏറ്റെടുത്തു. അങ്ങനെ കർക്കിടകം രാമായണ മാസമായിട്ട് ആചരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പറഞ്ഞു, 6ാമത്തെ കാണ്ഡമായ യുദ്ധകാണ്ഡം വായിക്കരുത്, വായിച്ചാൽ വീട്ടിൽ യുദ്ധമുണ്ടാകും. അപ്പോൾ യുദ്ധമുണ്ടാകും എന്ന് കരുതി നാം 6ാമത്തെ കാണ്ഡത്തെ ഒഴിവാക്കി. 6ാമത്തെ കാണ്ഡം ഒഴിവായാൽ ഇനി നമുക്ക് 6 കാണ്ഡം ബാക്കിയുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു ഉത്തരകാണ്ഡം വായിക്കരുത്. ഉത്തരകാണ്ഡം വായിച്ചാലോ വല്ലാത്ത ദുഃഖം ഉണ്ടാവും, കാരണം സീതാ പരിത്യാഗമൊക്കെ അവിടെയാണ്. ഉത്തരകാണ്ഡം വായിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി 5 കാണ്ഡം ബാക്കിയുണ്ടല്ലോ, നമ്മൾ സമാധാനിച്ചു. അപ്പോഴാണ് വേറൊരു പ്രശ്നം, സായം സന്ധ്യയിൽ രാമായണം വായിക്കരുത്, വായിച്ചാൽ ഹനുമാൻ സ്വാമി പിണങ്ങും. അങ്ങനെ സന്ധ്യാസമയത്ത് രാമായണം വായിച്ചാൽ അപകടമുണ്ടാകും എന്ന് കരുതിയ അന്ധവിശ്വാസികളായ ഹിന്ദുക്കൾ. എന്നാൽ ഒക്കെ തെറ്റായിരുന്നു. രാമായണത്തിലെ ഓരോ വരികളും 100 ജന്മത്തിൻ്റെ പുണ്യത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. രാമായണം വായിക്കുന്ന ഓരോ മനുഷ്യനും ഉദാത്തമായ മനുഷ്യരായിട്ട് ഉയരുന്നു. രാമൻ എന്ന പുത്രനെക്കുറിച്ച്, രാമൻ എന്ന സഹോദരനെക്കുറിച്ച്, രാമൻ എന്ന ഭർത്താവിനെക്കുറിച്ച്, രാമൻ എന്ന കൂട്ടുകാരനെക്കുറിച്ച്, സർവോപരി രാമൻ എന്ന രാജാവിനെക്കുറിച്ച് പഠിക്കുന്നതാണ് രാമായണം. ആ രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണം. നമുക്ക് രാമായണത്തിലെ 7 കാണ്ഡങ്ങളിലൂടെ ഈ കർക്കിടക മാസത്തിൽ അല്പസമയം യാത്ര ചെയ്യാം. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് രാമായണത്തിലെ 1ാമത്തെ കാണ്ഡമായ ബാലകാണ്ഡത്തെക്കുറിച്ചാണ്. ബാലകാണ്ഡത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം വാൽമീകി മഹർഷിയെക്കുറിച്ച് പറയണം. വാൽമീകി മഹർഷി ആരായിരുന്നു? രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നു. വഴി നടന്നു പോകുന്നവരെ തടുത്തു നിർത്തി കൊള്ളയടിച്ച് തൻ്റെ കുടുംബത്തെ പോറ്റിയിരുന്ന രത്നാകരൻ്റെ മുന്നിലാണ് ഒരിക്കൽ സപ്തർഷികൾ പെട്ടുപോകുന്നത്. സപ്തർഷികളെ കൊള്ളയടിക്കാൻ നോക്കി, അവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സർവസംഘ പരിത്യാഗികളായിരുന്നു. നമ്മുടെ നാട്ടിൽ സന്യാസിമാരുണ്ട്, ഋഷിമാരുമുണ്ട്. ഋഷിമാർ മന്ത്രനിഷ്ഠാക്കളാണ്, കുടുംബസമേതമൊക്കെ ജീവിക്കുന്നവരാണ്.
സന്യാസം, സർവസംഘ പരിത്യാഗം, എല്ലാ ആഗ്രഹങ്ങളെയും ത്യജിച്ച ആ സന്യാസിമാരെയാണ് ഭാരതമെന്നും പാദപൂജ ചെയ്യുന്നത്. പക്ഷേ രത്നാകരൻ ഇത് അറിയില്ലായിരുന്നു. ഞാൻ ഇവരെ ആദരിക്കണം, ഇവരുടെ പാദങ്ങളിൽ പൂജിക്കേണ്ടവനാണ് ഞാനെന്ന തിരിച്ചറിവ് രത്നാകരൻ എന്ന കാട്ടാളനുണ്ടായിരുന്നില്ല. രത്നാകരൻ അവരുമായിട്ട് തർക്കത്തിലേർപ്പെട്ടു. അപ്പോൾ സപ്തർഷികൾ ചോദിച്ചു, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കൊള്ളയെല്ലാം നടത്തുന്നത്? അത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ ശ്രേയസ്സിനു വേണ്ടി നീ പിടിച്ചു പറിക്കാരനാകുന്നുവെങ്കിൽ നീ ചെയ്യുന്ന ഈ പാപത്തിൻ്റെ ഫലം അവർ കൂടി അനുഭവിക്കുമോ? രത്നാകരനോട് ആദ്യമായിട്ടായിരുന്നു ആ ചോദ്യം. അരോഗ ദൃഢഗാത്രനായ രത്നാകരൻ, ആയുധധാരിയായ രത്നാകരനെ കാണുമ്പോൾ പേടിച്ച് പറച്ച് സർവ്വതും കൊടുത്ത് ഓടിയൊളിക്കുന്നവരായിരുന്നു ആ വഴി സഞ്ചരിച്ചത്. എന്നാൽ സപ്തർഷികൾ നിർഭയരായിരുന്നു. അവർ ആത്മാവിനെ തിരിച്ചറിഞ്ഞവരും ദേഹത്തിൻ്റെ നശ്വരത മനസ്സിലാക്കിയവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യം രത്നാകരന് പുതിയൊരു അനുഭവമായി. രത്നാകര, നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാപത്തിൻ്റെ ഫലം നിൻ്റെ ഭാര്യയും മക്കളും കൂടി അനുഭവിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയിട്ട് രത്നാകരൻ തന്നെ വീട്ടിലേക്ക് കൂടി ഭാര്യയോട് ചോദിച്ചു, നിനക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഈ ദുഷ്കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ഈ കർമ്മങ്ങൾക്ക് എനിക്ക് ഗുരുതരമായിട്ടുള്ള പാപവും ഞാൻ അനുഭവിക്കേണ്ടി വരും. ഇത് നിങ്ങൾ കൂടി ഷെയർ ചെയ്യുമോ? നിങ്ങൾ കൂടി അനുഭവിക്കാനുണ്ടാകുമോ? അപ്പോഴാണ് രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇത് രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞതല്ല, ഗുരുദേവൻ പറഞ്ഞതാണ്. പക്ഷേ ഈ ആശയം, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങളെ തേടി വരും എന്ന് പറയുന്ന ആ ആശയമാണ് രത്നാകരനെ മാറ്റി ചിന്തിപ്പിച്ചത്. അങ്ങനെ രത്നാകരൻ തിരിച്ചോടുകയാണ്. തിരിച്ചോടി അവിടെ എത്തിയപ്പോൾ സപ്തർഷികൾ കാത്തിരിക്കുന്നു. രത്നാകരൻ സപ്തർഷികളുടെ കാൽപാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുകയും സപ്തർഷികൾ രാമമന്ത്രം ഉപദേശിക്കുകയും ചെയ്തു. രാമ 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 ജപിച്ചുകൊണ്ട് ആ രത്നാകരനെ മൺപുറ്റ് മൂടിപ്പോയി. അങ്ങനെ മൺപുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് രത്നാകരൻ പുറത്തു വന്നു. വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നവൻ വാൽമീകി മഹർഷിയായി തീർന്നു. അദ്ദേഹമാണ് ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര 24,000 ശ്ലോകങ്ങളിൽ രാമായണം വിരചിതമാക്കിയത്. ആ രാമായണത്തെ അധികരിച്ച് ഒരുപാട് രാമായണങ്ങൾ ഈ ലോകത്ത്, ഭൂമിയിൽ, കേരളത്തിൽ, ഭാരതത്തിന് പുറത്ത് ഒക്കെ ഉണ്ടായി. ആ രാമായണത്തിൽ ഈ കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുമ്പോൾ അധ്യാത്മരാമായണ കിളിപ്പാട്ട് നാം പാരായണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് രാമൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കാണ് ജനനി ജന്മഭൂമി സ്വർഗാദപി ഗിരീയസി. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പറഞ്ഞ ആ രാമൻ്റെ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന 4 വരികൾ നമുക്ക് ഒന്ന് ആലപിക്കാം. ശതശതവന്ദനം ഋഷിനാടേ സുഖദേ ശുഭദേ ജയദേ ജനമനഹിത ശുഭവരദേ ശതശതവന്ദനം ഋഷിനാടേ. രാമൻ പറയുകയാണ്, മമ ജന്മാന്തര സുകൃതത്താൽ മാതാവേ നിൻമടിയിൽ ഞാൻ വന്നു പിറന്നു മാനവനായി വന്ദേ തവ പദ സേവകനായി. വേണ്ട വേറൊരു മോക്ഷം മേ, വേണ്ട പരമൊരു സ്വർഗം മേ, മോക്ഷം നീയേ സ്വർഗം നീ, അഭയേ അമലേ അമിത ഫലേ. ശതശതവന്ദനം ഋഷിനാടേ. ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര നാം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്.
എല്ലാ സജ്ജനങ്ങൾക്കും ഈ രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ.